ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ തമിഴിൽ കാര്യങ്ങൾ കണ്ട പോലെ തന്നെ നമ്മളൊന്ന് പറയാൻ നമ്മുടെ നിയോ ഗ്ലോബൽ കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി നിയോ ഗ്ലോബലിന്റെ കാർഡ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി സംഭവം അപ്രൂവും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഫിസിക്കലായിട്ട് കാർഡ് വരാനുണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം നിയോ ഗ്ലോബൽ കാർഡ് എന്ന് പറയുന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് കൂടിയാണത്. അത് ആക്ച്വലി ഒരു ഡെബിറ്റ് കാർഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറെ പേര് ചോദിച്ചാൽ ഫോറസ്റ്റ് കാർഡാണെന്നാണ്. ഫോറസ്റ്റ് കാർഡ് അല്ല, പക്ഷെ അതൊരു ഡെബിറ്റ് കാർഡാണ്. നമ്മുടെ DCB ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇവരടക്കുന്ന ഒരു ബാങ്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. നമുക്ക് ഈസിലായിട്ട് എന്താ ഇതിന് കുറെ ഈ ഡെബിറ്റ് കാർഡിന് കുറെ ഗുണങ്ങളുണ്ട്. നോർമലി നമുക്ക് പിന്നെ വലിയ ചാർജസ് സംഭവമൊന്നും ഇല്ല. അപ്പൊ ഞാൻ ആക്ച്വലി അപ്ലൈ ചെയ്തത് ഇന്നലെയാണ് അപ്ലൈ ചെയ്തത്. നമുക്ക് എനിക്ക് ചെറിയ ഇഷ്യൂ നമ്മുടെ ആപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഇന്ന് കാലത്താണ് ഞാൻ വീഡിയോ KYC ചെയ്തത്. ഒരു 1.5 മണിക്കൂർ ശേഷം നമുക്കിപ്പോൾ സാധനം അപ്രൂവ് ആയിട്ട് നമുക്കിപ്പോൾ മെസ്സേജ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആക്ച്വലി നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ 250 രൂപ കിട്ടും. നിങ്ങൾക്കും കിട്ടും, എനിക്കും കിട്ടും. അപ്പോൾ ആർക്കും നഷ്ടമില്ല. അപ്പോൾ നിങ്ങൾ നിയോ ഗ്ലോബൽ കാർഡ് അല്ലെങ്കിൽ നിയോ ഗ്ലോബലിന്റെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാടി കയറി എടുക്കാൻ പറയണ്ട. DCയുടെ അപ്രൂവ് ആവുന്നുണ്ട്. DCB ബാങ്കിന്റെയാണ്, പിന്നെ ഇക്വിറ്റാസ് ബാങ്കിന്റെ ഉണ്ട്, പിന്നെ SBM ബാങ്കിന്റെ ഉണ്ട്. പിന്നെ അവർ കൊടുക്കുന്നത് പിന്നെ ഉള്ളത് FD സെക്യൂർഡ് കാർഡാണ്, SBM ബാങ്കിനാണ്. അത് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ കാർഡിന്റെ ഗുണങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഇത് നമുക്ക് 0 TCS ആണ്. നമുക്ക് ഓൺ സ്പെൻഡ് അപ് ടു 7 lakhs. നമ്മൾ പുറത്ത് പോയിട്ട് 7 ലക്ഷത്തിന് താഴെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടാക്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ലോൺ ജസ്റ്റിസ് ഫ്രീ ആയിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1% ക്യാഷ് ബാക്ക് ഓൺ ഡൊമസ്റ്റിക് സ്പെൻഡിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല കാര്യം തന്നെയാണ്. ഫ്രീ കാർഡായിട്ടും ഫ്രീ അക്കൗണ്ട് ആയിട്ടും അല്ലെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ടും ഇത്രയൊക്കെ ഓഫർ തരുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർ മാർക്കറ്റ് ചെയ്തേക്കുന്ന പോലെ തന്നെ നിങ്ങൾ അവരുടെ പേജ് പോയി കഴിഞ്ഞാൽ കാണാം. ഇപ്പം നിങ്ങൾ $4.5 നിങ്ങൾ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബില്ലിന് വരിക. നിങ്ങൾ അടയ്ക്കേണ്ടതും 4.5 തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ചാർജുകളൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. 0 forex മാർക്കപ്പ് ചാർജ് ആണ്. പിന്നെ കാർഡ് ഡെലിവറി വരെ ഭയങ്കര ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് സത്യം ഞാൻ തോന്നുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂർ മുമ്പ് നമ്മൾ വീഡിയോ KYC ചെയ്ത് ഇപ്പൊ സാധനം അപ്രൂവ് ആയിട്ടുണ്ട്, കാർഡ് ഡിസ്പാച്ച് ആയെന്ന് നമുക്ക് മെസ്സേജ് ആപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച തന്നെ ഈ ആഴ്ച അല്ലല്ലോ, ഇന്നിപ്പോ ഫ്രൈഡേ. അപ്പൊ എന്തായാലും ഈ ആഴ്ച ചിലപ്പോൾ തിങ്കളാഴ്ച ആയിട്ട് തന്നെ ചിലപ്പോൾ കാർഡ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി എയർപോർട്ട് ലോഞ്ചസ്, നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ലോഞ്ചസും സെലക്ട് ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ നിയോ കോയിൻസ് ഒരു സംഭവം ഉണ്ട്. നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാൻസാക്ഷൻ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിയോ കോയിൻസ് ആയിട്ട് എക്സ്ട്രാ റിവാർഡ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇവരുടെ ആപ്പിൽ നമുക്ക് കുറെ സംഭവങ്ങളുണ്ട്. ട്രാവൽ ഇൻഷുറൻസ് എടുക്കാം, വിസ അപ്ലൈ ചെയ്യാം, അങ്ങനെ കുറെ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഒരു ആപ്പിലായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ട്രാവലിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ആപ്പിൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ടൂൾസ് ആണ്, ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ടൂൾസ് ആണ്. നമുക്ക് ഈസിയാണ്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്. DCB നിയോ ഗ്ലോബൽ അക്കൗണ്ട് ഇസ് നൗ ലൈവ് ഫോർ UPI ട്രാൻസാക്ഷനും അതൊക്കെ നോർമൽ ഞാൻ പറഞ്ഞല്ലോ ഒരു അക്കൗണ്ടാണ്, സീറോ ബാലൻസ് അക്കൗണ്ട്. അപ്പോൾ നമുക്ക് UPI സംഭവങ്ങളൊക്കെ ചെയ്യാം. ട്രസ്റ്റഡ് കമ്പാനിയൻ ഇൻ 150+ കൺട്രീസിൽ നമുക്കിത് അക്സെപ്റ്റഡ് ആണ്. അതായത് POSലും ATMലും ഇ-കോമേഴ്സിലും അതായത് ഓൺലൈനിലൊക്കെ നമുക്ക് അക്സെപ്റ്റഡ് ആണ്. പിന്നെ DICGC പ്രൊട്ടക്റ്റഡ് ആണ്. RBI ഇൻഷുറൻസ് ആണ്, 5 ലക്ഷം വരെ RBI ഇൻഷുറൻസ് ആണ്. നിയോ വേവ് എന്നൊരു സംഭവം വരുന്നുണ്ട്. അതായത് ഹൈഡ് യുവർ ബാലൻസ് ഫ്രം സ്ക്രീൻ. അതെനിക്ക് തോന്നുന്നത് ഇക്വിറ്റാസ് ബാങ്കിന്റെ ഞാൻ അതിന് മുമ്പ് പണ്ട് ഐലൻഡിൽ ഇക്വിറ്റാസ് ബാങ്കിന്റെ അക്കൗണ്ട് നമ്മൾ എടുത്ത സമയത്ത് അതിലുണ്ട് ഈ ഫീച്ചർ കേട്ടോ. അത് നിയോ ആയിട്ട് ടൈപ്പുള്ള സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് ആപ്പ് സപ്പോർട്ട് 24/7 ആപ്പ് സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബാങ്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DCB ബാങ്കാണ് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത്. ഇക്വിറ്റാസ് ബാങ്കിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. പിന്നെ SBM ബാങ്കും ഉണ്ട്. SBM ബാങ്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ കാർഡ് നമ്മുടെ എന്താ പറയുക FD സെക്യൂർഡ് കാർഡാണ് കേട്ടോ. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ FD ഇടണ്ടേ. അത് നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സിബിൽ സ്കോർ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ വേണമെങ്കിൽ FD കാർഡ് എടുക്കാന്നല്ലാണ്ട്. പക്ഷേ ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിനായിട്ട് നല്ലത് മാഗ്നറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിയോ കാർഡിന്റെ ഒരു വീഡിയോ. എന്തായാലും നമുക്ക് ഇതിന്റെ കാർഡ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ പുതിയ കാർഡാണ്. അപ്പോൾ അതിന്റെ ലുക്കും സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ ലുക്കും സംഭവങ്ങളൊക്കെ എന്തായാലും നമുക്ക് അതിന്റെ അൺബോക്സിംഗ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫോറസ്റ്റ് കാർഡായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ കൊഡാക്കിന്റെ ഫോറസ്റ്റ് കാർഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കത്തിയാണ് കേട്ടോ. അതിന്റെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. അതിന്റെ വീഡിയോ ഞാൻ കാർഡ് എന്തായാലും എനിക്ക് അടുത്ത ആഴ്ച വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. ഇത് കോട്ടക്കിന്റെ ഫോറസ്റ്റ് കാർഡിന്റെ മാത്രം ഇഷ്യൂ അല്ല. ഇത് ICICI ബാങ്കിന്റെ ആയിക്കോട്ടെ, ആക്സിസ് ബാങ്കിന്റെ ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, എല്ലാം കുറച്ച് ഭയങ്കര ഹിഡൻ ചാർജസ് പോലത്തെ കുറെ ചാർജുകൾ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കത്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനായിട്ട് നല്ലത് തന്നെയായിരിക്കും തോന്നുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന്റെ വീഡിയോ സെപ്പറേറ്റ് വേറെ വീഡിയോ വരുമ്പോൾ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ഐഡിയാസ് സംഭവങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നു. അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മറക്കണ്ട. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും 250 രൂപ കിട്ടും, എനിക്ക് 250 രൂപ കിട്ടും. റെഫറൽ ലിങ്ക് ആണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമന്റ് അപ്ലോഡാണ്. പിന്നെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക. നമ്മുടെ GHH വേൾഡ് എന്നൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്,
നോളജബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ മെയിൻ 2 ചാനൽ കാണാത്തവരെ കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.